ചൈനീസ് ക്യാബിൻ ക്രൂസ് ആണ് ഉള്ളത്. അപ്പൊ അവര് പറയുന്ന ഇംഗ്ലീഷ് നമുക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവില്ല, പലർക്കും അങ്ങനെ മനസ്സിലാകത്തില്ല. അപ്പോ ഇപ്പൊ അവര് ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് സപ്പോസ് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നീ എന്തോ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്, വാട്ട് എന്ന് വെച്ചു. ശരിക്കും അങ്ങനെ വാട്ട് എന്ന് ചോദിക്കുന്നത് ശരിയല്ല. ഓക്കെ, വാട്ട് അതൊരു അവർക്ക് കേൾക്കുന്ന ആൾക്ക് അതൊരു മോശമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഒരാൾ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവരോടൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ എങ്ങനെയാ പറയാ, ഞാൻ പറയാൻ പോകുന്നത് അത് പല രീതിയിൽ പറയാം. ഒന്ന് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ പറയാം, സോറി ക്യാൻ യു കം അഗൈൻ, സോറി ക്യാൻ യു കം അഗൈൻ, അങ്ങനെ പറയാം. ഓക്കെ, രണ്ടാമത്തത് ഇപ്പൊ ഇങ്ങനെ പറയാം, പാഡൻ എന്ന് പറയാം. പാഡൻ എന്ന് പറഞ്ഞാല് ശരിക്കും ഇതാണ്, ഇപ്പൊ ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ്, അല്ലെങ്കിൽ ഐ ഡിഡിൻ ഹിയർ വാട്ട് യു സെഡ് എന്നാണ്. ഓക്കെ, രണ്ടു മണിക്ക് ഒരുമിച്ച് പറയാം, പാഡൻ ഐ ഡിഡിൻ ഹിയർ വാട്ട് യു സെഡ്, പാഡൻ ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ്, അങ്ങനെ പറയാം. വേണമെങ്കിൽ പാഡൻ മാത്രമായിട്ടും പറയാം. ഓക്കെ, പിന്നെ ഇങ്ങനെ പറയാം, സോറി ഐ ഡിഡിൻ ഗെറ്റ് ഇറ്റ്, അല്ലെങ്കിൽ ഐ ഡിഡിൻ ഗെറ്റ് ഇറ്റ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ്, ഐ ഡിഡിൻ ഗെറ്റ് ഇറ്റ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ്. നീ ഐ ഡിഡിൻ ഗെറ്റ് ഇറ്റ് എന്നൊരു പറയാം, ഐ ഡിഡിൻ ക്യാച്ച് ഇറ്റ് അങ്ങനെ പറയാം, ഐ ഡിഡിൻ ക്യാച്ച് ഇറ്റ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ്. കേട്ടോ, അപ്പൊ ഇതൊക്കെ പറയാം, പക്ഷേ വാട്ട് എന്ന് നിങ്ങൾ പറയണ്ട. ഓക്കെ, സോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണം. 2 മാസം കൊണ്ട് ലാംഗ്വേജ് സെറ്റ് ആക്കാം. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. നല്ല റിസൾട്ട് ആണ്, വളരെ ചെറിയ ഫീ ആണ്. ഗൂഗിളിൽ പോയാലും വാട്സാപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഈ ബാച്ച് നമുക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു.